പലപ്പോഴും പ്രമേഹ രോഗികൾ പോലും പേടിച്ചിട്ട് ഏത്തപ്പഴം കഴിക്കാതിരിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ്, അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ, ഇനി ഇത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കഴിക്കാൻ പാടില്ലാത്തത്, ആരൊക്കെ കഴിക്കരുത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇപ്പം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ മെയിനായിട്ടും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്വന്തം പഴം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന ഏത്തപ്പഴം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ വയലുകളിലും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പറമ്പിൽ പോലും നമ്മളിത് കൃഷി ചെയ്ത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇന്ന് പല സ്ഥലങ്ങളിൽ ഇത് വളരെ കുറവാണ്. കേരളത്തിൻ്റെ പുറത്തു നിന്നാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഏത്തപ്പഴം നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കെല്ലാം വീട്ടിൽ വളരെ സേഫായിട്ട് നട്ടു വളർത്താൻ പറ്റുന്നത് തന്നെയാണിത്. അപ്പോൾ ഇനി നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റുകളെ പറ്റിയിട്ട് സംസാരിക്കാം. ഇത് കൊളസ്ട്രോൾ ഫ്രീ ആണ്, അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്, സോഡിയം ഫ്രീ ആയിട്ടുള്ള ഒന്നുകൂടിയാണിത്. ഇനി ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് വാല്യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള ഒരു കപ്പ് ഏത്തപ്പഴത്തിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഏകദേശം 40 ഗ്രാം കാർബോഹൈഡ്രേറ്റും 1.5 ഗ്രാം പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റ് കണ്ടന്റ് വളരെ ചെറിയ അളവിലും ഫൈബർ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന മിനറലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാൽസ്യം കിട്ടുന്നുണ്ട്, അയൺ കണ്ടന്റ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ മഗ്നീഷ്യം കിട്ടുന്നുണ്ട്, സിങ്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള അത്യാവശ്യം മിനറൽ കണ്ടൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, അതിൽ ബി എന്ന് പറയുമ്പോൾ ബി കോംപ്ലക്സ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ സിയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ പറയുന്ന പഴം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏത്തപ്പഴം പഴുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ പുറമെ ഔട്ടർ സൈഡിലായിട്ട് ഒരു കറുപ്പ് കളർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കരുത് എന്ന് പറയും. പക്ഷേ ഏത്തപ്പഴത്തെ സംബന്ധിച്ച് പുറം തൊലിക്ക് കറുപ്പ് വന്ന് തുടങ്ങുന്നത് മുതലാണ് അതിൻ്റെ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ സാധാരണ ഇപ്പോൾ നമുക്ക് 3 തരത്തിൽ ഇത് കഴിക്കാം. ഒന്ന്, നമുക്ക് പച്ചയ്ക്ക് നമുക്ക് പുഴുങ്ങിയിട്ടോ വേവിച്ചോ തോരൻ പോലെയോ ഒക്കെ നമുക്ക് അവിയലിലൊക്കെ ചേർത്തിട്ട് കഴിക്കാനായിട്ട് പറ്റും. ഇത് പഴുത്തതിന് ശേഷം കഴിക്കാൻ പറ്റും, പുഴുങ്ങിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ 3 രീതിയിൽ എല്ലാ രീതികളെ പറ്റിയിട്ടും അതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഇത് നമ്മൾ പച്ചയ്ക്ക് 1 കപ്പാണ് നമുക്ക് ഒരു ദിവസം കഴിക്കാനായിട്ട് പറ്റുന്നത്. അതായത് ഇതിനെ നമുക്ക് പുഴുങ്ങിയോ അല്ലെങ്കിൽ തോരനായിട്ടോ ആ ഒരു രീതിയിൽ നമുക്ക് അധികം പഴുക്കാത്ത അവസ്ഥയിലുള്ള പച്ച ഏത്തപ്പഴം നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് മലബന്ധം, അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കുറച്ച് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് വളരെ സേഫായിട്ട് ഒരു നേരത്തെ ആഹാരം എന്നുള്ള നിലയിൽ രാവിലെ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫൈബറും രാവിലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ ഇപ്പോൾ രാവിലെ ഒരു പ്രഭാത ഭക്ഷണം എന്നുള്ള നിലയിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീനും വേണം, ഫാറ്റും വേണം. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് പാല് നമ്മൾ രാവിലെ കഴിക്കുന്നത്, ഒപ്പം 1 ഏത്തപ്പഴവും 1 മുട്ടയും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇനി മുട്ട കഴിക്കാനായിട്ട് പ്രയാസമുള്ളവരാണെങ്കിൽ പുഴുങ്ങിയ പയറോ മുളപ്പിച്ച പയറോ നമുക്ക് ഇതിനോട് കഴിക്കാം. ഇല്ലെങ്കിൽ കടലവർഗ്ഗങ്ങൾ എന്തെങ്കിലും നമുക്ക് പുഴുങ്ങിയെടുത്തതിന് ശേഷം അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ 1 പിടി കപ്പലണ്ടി വേണമെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം അല്ലെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് രാവിലെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഈ പറയുന്ന ഏത്തപ്പഴത്തിന് സാധിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഡയലറ്റേഷനും അതുപോലെ തന്നെ ഇത് കോൺട്രാക്ട് ചെയ്യുന്ന, അതായത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു എലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി ഫാറ്റ് കണ്ടന്റ് വളരെ കുറവായിട്ടുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊളസ്ട്രോൾ കണ്ടന്റ് കുറച്ച് നിർത്തുന്നതിന്, അതായത് LDL കൊളസ്ട്രോളിനെ നമുക്ക് അത്യാവശ്യം കുറച്ച് നിർത്താനും നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള HDL നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നതിനും ട്രൈഗ്ലിസറൈഡ് അടിയാത്ത രീതിയിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ BP അത്യാവശ്യം കൺട്രോൾ ചെയ്ത് നിർത്താനും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് വളരെയേറെ നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഏത്തപ്പഴത്തെ പറ്റിയിട്ട് പലർക്കും അറിയാത്തൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതൊരു പ്രീബയോട്ടിക് ആയിട്ടുള്ള ഫുഡാണ്. നമ്മൾ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ്
വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങളെയാണ് പ്രോബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഹെൽത്തി ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ട് എന്നിരിക്കെ ഈ ബാക്ടീരിയകൾ സ്വാഭാവികമായിട്ടും ഉള്ളിൽ വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങളെയാണ്, അല്ലെങ്കിൽ ഈ ബാക്ടീരിയക്ക് കൂടി ഭക്ഷണമാകുന്ന രീതിയിലുള്ള ഒരു ആഹാരമാണ് ഈ പറയുന്ന ഏത്തപ്പഴം. അപ്പോൾ ഈ ഏത്തപ്പഴത്തിൻ്റെ ഈ ഒരു രീതിയിലുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ചു നിർത്താനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഏത്തപ്പഴം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. കുട്ടികളെ സംബന്ധിച്ച് രാവിലെ അവർക്ക് ഒരു ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് കൊടുക്കുന്നതോ നോർമലായിട്ട് കഴിക്കാൻ കൊടുക്കുന്നതോ എപ്പോഴും അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇനി മുതിർന്നവരെ സംബന്ധിച്ചും അതുപോലെ തന്നെ പ്രമേഹ രോഗികളായിട്ടുള്ളവർക്കും ഏത്തപ്പഴം വളരെ സേഫായിട്ട് കഴിക്കാം. അതുപോലെ തന്നെയാണ് നമുക്ക് അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഏത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ അകത്ത് ഫാറ്റ് കുറവായതുകൊണ്ട് തന്നെ വിശപ്പ് എപ്പോഴും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത്തപ്പഴം കഴിക്കാനായിട്ട് പറ്റും. ഇനി ഏത്തപ്പഴത്തിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്തപ്പഴത്തിൻ്റെ അകത്ത് ക്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു എൻസൈം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സെറാട്ടോണിൻ ഹോർമോണിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രവർത്തന സജ്ജമാക്കാനായിട്ട് ഇതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ടെൻഷൻ പോലുള്ള പ്രശ്നങ്ങളുള്ളപ്പോഴും പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾക്കുമൊക്കെ ഒരു ഏത്തപ്പഴം പതിവായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെറോട്ടോണിൻ്റെ ഒരു സെക്രീഷൻ കുറച്ചുകൂടി പ്രോപ്പർ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ ടെൻഷനും ആൻസൈറ്റി മുതലായിട്ടുള്ള കാര്യങ്ങൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത്തരത്തിലുള്ളവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഏത്തപ്പഴം പഴുത്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കാനുള്ളത്. അതുപോലെ തന്നെ പഴുത്ത ഏത്തപ്പഴം നമ്മൾ പതിവായിട്ട് ഒരെണ്ണം പുഴുങ്ങി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വേണ്ട ഫൈബർ കണ്ടന്റ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, ദഹനം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും ഇത് കഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ദിവസവും ഒരെണ്ണം എന്നുള്ള നിലയിലാണ് കഴിക്കാനുള്ളത്. മറ്റ് ഫ്രൂട്ട്സ് നമുക്ക് ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നൊരു കാര്യം കൂടി പ്രമേഹ രോഗികൾ മനസ്സിലാക്കുക. അല്ലാത്തവർക്കാണെങ്കിൽ നമുക്കിത് വളരെ സേഫായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പറയുന്ന നമ്മുടെ ഏത്തപ്പഴം കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം നമ്മൾ പലപ്പോഴും വാങ്ങിയതിന് ശേഷം ഇതിനെ കട്ട് ചെയ്ത് നമ്മളിതിനെ ചിപ്സ് പോലെ ആക്കിയിട്ട് കഴിക്കും. ചിപ്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ടും എണ്ണ അടങ്ങിയിട്ടുള്ള ഒരു അംശം നമ്മുടെ ശരീരത്തിൽ കിട്ടുകയും ഇത് എണ്ണയിൽ കിടന്ന് വേവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള മിനറൽസും അതുപോലെ തന്നെ നമുക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് മലബന്ധം ഉണ്ടാകാനും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ, അമിതവണ്ണവും പ്രമേഹവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അടിയുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഈ പറയുന്ന ഏത്തപ്പഴം ഇതുപോലെ നമ്മൾ ചിപ്സ് പോലെ ആക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏത്തയ്ക്ക നമുക്ക് പൊടിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതായത് പച്ച ഏത്തയ്ക്ക ഉണക്കി പൊടിച്ചതിന് ശേഷം ഇത് പൊടിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് കുറുക്കിയിട്ട് നമുക്ക് പ്രായമായിട്ടുള്ളവർക്കും കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് അവർക്കുണ്ടാവുന്ന ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാവുന്ന ഉന്മേഷക്കുറവ്, തളർച്ച മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കാണെങ്കിൽ നമുക്കൊരു 8 മാസം കഴിയുമ്പോൾ തന്നെ ഏത്തയ്ക്ക നമുക്ക്, അതായത് ജനിച്ച് 8 മാസം കഴിയുമ്പോൾ തന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതിന് ശേഷം ചെറിയ കുറുക്കുകളോടൊപ്പം ഒക്കെ നമുക്ക് ചേർത്തിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഏത്തപ്പഴത്തിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. പലരും പേടിച്ചിട്ട് ഈ പ്രമേഹം കൂടുമെന്നൊക്കെ പറഞ്ഞ് ഏത്തപ്പഴം കഴിക്കാതിരിക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏത്തപ്പഴം കുറച്ച് കറുത്ത് കഴിഞ്ഞാൽ ഇത് കഴിക്കരുത് എന്ന് പറയുന്നൊരു തെറ്റിദ്ധാരണയും പരക്കുന്നുണ്ട്. പക്ഷേ കറുത്ത് കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പറയുന്ന ഏത്തപ്പഴത്തിൻ്റെ അകത്ത് വൈറ്റമിൻസും മിനറൽസും കൂടുതലായിട്ട് വരുന്നതും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ സി ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത്തപ്പഴം കറുത്ത് കഴിഞ്ഞാൽ നമ്മളത് കളയണം എന്നൊരു കാര്യമില്ല, നമുക്കത് കഴിക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ രണ്ടറ്റത്തും എന്തെങ്കിലും തരത്തിലുള്ള ഫംഗസ് പോലെയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഞെട്ട് മാത്രം ഒടിച്ച് കളഞ്ഞിട്ട് ആ അറ്റം കേടാകുന്ന ഒരു രീതിയിൽ വരികയാണെങ്കിൽ ഈ രണ്ട് രീതിയിലും കഴിക്കരുത് എന്നൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടും നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.